ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ വീണ്ടും കരിമണൽ ഖനനം. വെള്ളപ്പൊക്ക ഭീഷണി നേരിടാൻ തോട്ടപ്പള്ളി സ്പിൽവേയിലെ പൊഴി മുറിക്കുന്നതിന്റെ പേരിലാണ് ഖനനത്തിന് വഴിയൊരുങ്ങുന്നത്. പൊഴിയിലെ മണൽ നീക്കാനുള്ള ധാരണാപത്രത്തിൽ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസും ഇന്ത്യൻ റെയർ എർത്ത്സും തമ്മിൽ ഒപ്പിട്ടു. തോട്ടപ്പള്ളിയിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ജലസേചന വകുപ്പ് ടെൻഡർ ക്ഷണിച്ച് പൊഴി മുറിച്ച് വെള്ളം കടലിലേക്ക് ഒഴുക്കിക്കളയുന്ന രീതിയാണ് 1954 മുതൽ തുടർന്നിരുന്നത്. എന്നാൽ 4 വർഷമായി സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KMML ആണ് തോട്ടപ്പള്ളിയിലെ മണൽ നീക്കിയിരുന്നത്. ഇത്തവണയും കരാർ ലഭിച്ചത് KMML-നാണ്. ഇവരെടുക്കുന്ന ധാതുമണലിന്റെ പകുതി IREL-ന് കൊടുക്കാൻ ഇരു സ്ഥാപനങ്ങളും തമ്മിൽ കരാറുണ്ടായിരുന്നു. കരിമണലിൽ നിന്ന് വേർതിരിക്കുന്ന അസംസ്കൃത വസ്തുവായ ഇലമനൈറ്റ് തിരിച്ച് KMML-ന് തന്നെ നൽകണമെന്നതായിരുന്നു കരാർ. ഈ ഇലമനൈറ്റ് കുറഞ്ഞ വിലയ്ക്ക് കരിമണൽ കമ്പനിയായ CMR-ൽ ലഭ്യമാക്കിയെന്ന ഗുരുതര ആരോപണം നേരിടുകയാണ് സംസ്ഥാന സർക്കാർ. കരിമണൽ ഖനനത്തിനെതിരെ തോട്ടപ്പള്ളിയിൽ ദീർഘനാളായി സമരം തുടരുന്ന ഖനനവിരുദ്ധ സമരസമിതി പുതിയ കരാറിനെ വിമർശിച്ച് രംഗത്തെത്തി. CMRL എന്ന് പറയുന്ന കമ്പനിക്കാണ് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത് ഇവിടുന്ന്, പൊതുമേഖലാ സ്ഥാപനങ്ങളൊന്നുമല്ല. ഈ CMRL എന്ന് പറയുന്ന കമ്പനി സകല പൊളിറ്റീഷ്യന്മാർക്കും പണം കൊടുത്ത് സ്വാധീനിക്കുകയാണ് അവർ. എല്ലാ സംവിധാനത്തെയും ഒരു രാഷ്ട്രീയ വ്യത്യാസവും ഇല്ല. എല്ലാ രാഷ്ട്രീയക്കാരെയും അവർ സ്വാധീനിക്കുന്നു, പോലീസിനെ സ്വാധീനിക്കുന്നു, എല്ലാ നിയമ സംവിധാനത്തെയും അവർ സ്വാധീനിക്കുന്ന തരത്തിലാണ് അവർ പോകുന്നത്. അവരുടെ നെറ്റ്വർക്ക് അങ്ങനെയാണ്. സമരം ഇവിടെ തീരത്തുള്ള ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മളോട് സഹകരിക്കാവുന്ന എല്ലാ പരിസ്ഥിതി സംഘടനകളെയും അണിനിരത്തിക്കൊണ്ട്, ഇനി പൊളിറ്റിക്കൽ പാർട്ടി നമ്മളോട് സഹകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവരെ കൂടെ അണിനിരത്തിക്കൊണ്ട് ചെറുക്കുക തന്നെയാണ്. തോട്ടപ്പള്ളിയിൽ നിന്ന് നീക്കുന്ന മണൽ IREL-നും KMML-നും എത്തിക്കണമെന്നാണ് മണൽ നീക്കത്തിൻ്റെ ഉപകരാറിനുള്ള ടെൻഡർ നോട്ടീസിൽ പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ പങ്കുവെക്കൽ ഇതോടെ തുടരുമെന്ന് വ്യക്തമായി. അതേസമയം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IREL-നുമായി ധാരണയിലെത്തിയത് സ്വകാര്യ കമ്പനിയെ സഹായിക്കുന്നതിനൊപ്പം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള കരിമണൽ കടത്ത് ആരോപണങ്ങൾ ഒഴിവാക്കാനാണെന്നും ആക്ഷേപമുണ്ട്. 24 ആലപ്പുഴ.